ഗെയ്സ് അങ്ങനെ ഇന്ത്യയുടെ ജൂണിൽ നടക്കാൻ പോകുന്ന വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സ് അഗെയിൻസ്റ്റ് ഖത്തർ ആൻഡ് കുവൈറ്റ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ക്യാമ്പ് ഇപ്പോൾ 10-ാം തീയതിയൊക്കെ ഭുവനേശ്വറിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം 26 അംഗ ഒരു സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം പലർക്കും സംശയമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ചില താരങ്ങളൊക്കെ മിസ്സിങ് ആണല്ലോ എന്നുള്ളത്. ഫൈനൽ മത്സരത്തിൽ മോഹൻ ബഗാനും മുംബൈ സിറ്റി എഫ് സിയും തമ്മിൽ കളിക്കുമ്പോൾ ആ ടീമിലുള്ള താരങ്ങളില്ലാതെയാണ് ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത്. കാരണം ഈ ഒരു മത്സരത്തിന് ശേഷം അങ്ങനെ ഇഞ്ചുറി കൺസേൺസ് ഇതൊക്കെ മാറ്റി നിർത്തിയിട്ടായിരിക്കും ബാക്കിയുള്ള ഒരു ടീമിനെ പ്രഖ്യാപിക്കുക. അതല്ലാണ്ടുള്ള ടീമുകളിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 26 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്ക്വാഡിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിമാച്ച് ആദ്യമായിട്ട് ഐ ലീഗിൽ നിന്നും താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്തി എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. 4 പേരെയാണ് സ്റ്റിമാച്ച് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൽ ഇതേവരെ നാഷണൽ ടീമിൽ കളിക്കാത്ത പ്ലേയേഴ്സ് എന്ന നിലയിൽ പിക്ക് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ കാര്യം നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഇപ്പം മുഹമ്മദ് ഹമ്മാദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം റിയൽ കാശ്മീരിൽ സെൻറ്റർ ബാക്ക് ആയിട്ട് കളിച്ച് ഇത്തവണ ഐ ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡർ എന്ന് പറയുന്ന ഒരു പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള പ്ലെയർ കൂടിയാണ്. ഒരു നല്ല പിക്ക് തന്നെയാണ്. നമുക്ക് പ്രശ്നമുള്ള മേഖലയിൽ തന്നെ ഒരു പിക്ക് നടത്തിയിട്ടുണ്ട്. പിന്നെ എഡ്മണ്ട്, അദ്ദേഹം ഒരു മുന്നേറ്റ താരമാണ്. വിങ്ങിലും കളിക്കും, നമ്പർ 9 കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഒരു 10-12 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു സീസണിൽ ഐ ലീഗിൽ ഇന്ത്യ കാശിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഇസാക്ക്, അദ്ദേഹം നാഷണൽ ടീം കളിച്ചിട്ടുള്ള ക്യാമ്പിൽ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒഡീഷയിലെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുന്ന പ്ലെയറാണ്. നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്ലെയറാണ്. അദ്ദേഹത്തിന് ഒരു ടെക്നിക്കലി ഗുഡ് ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ എന്ന നിലയിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു പ്ലെയറാണ്. അതുപോലെ വിപിൻ മോഹനൻ, അറിയാലോ KBFCയിൽ കളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കഴിഞ്ഞ സ്ക്വാഡിൻ്റെ ഒരു ടൈമിലൊക്കെ പറഞ്ഞത് നമുക്ക് വിപിനെ ഉറപ്പായിട്ടും ആവശ്യമാണ് എന്നുള്ളത്. ഏതായാലും ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡിൽ ഒരു നല്ല അഡീഷൻ ആകുന്നു. ഫൈനൽ സ്ക്വാഡിൽ ഉറപ്പായിട്ടും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് വിപിൻ മോഹനൻ. അതുപോലെ ഡേവിഡ് എന്ന് പറയുന്നിട്ട് മുഹമ്മദിന് കളിച്ചിരുന്ന പ്ലെയർ, അദ്ദേഹം പറഞ്ഞ പോലെ സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള പ്ലെയറാണ്. ഒരു നല്ല പിക്ക് തന്നെയാണ്. അതുപോലെ ലാൽബിയാക്കിനാന, അദ്ദേഹം ലാൽൻസ്വാല ലാൽബിയാക്കിനാന എന്ന് പറഞ്ഞിട്ട് ഐസ്വാളിൻ്റെ പ്ലെയറുണ്ട്. ഇത്തവണ ഐ ലീഗിലെ ടോപ്പ് ഇന്ത്യൻ സ്കോററാണ്. 3rd ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ള ഐ ലീഗിലെ പ്ലെയർ കൂടിയാണ്. 10-15 ഗോൾ. അതായത് ഐ ലീഗ് ഹിസ്റ്ററിയിൽ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ഇന്ത്യൻ പ്ലെയറായി മാറിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെയും പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിതിൻ MS തവണ നോർത്ത് ഈസ്റ്റ് നല്ല പെർഫോമൻസ് നടത്തിയ മലയാളി പ്ലെയർ കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു അവസരം, ഒരു നാഷണൽ കോൾ ആദ്യമായിട്ട് കിട്ടുന്നു. അതിൽ പാർദിപ് ഗൊഗോയ്ക്കും ഈ പറഞ്ഞതുപോലെ ക്യാമ്പിലേക്ക് വിളി മുമ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായ ഒരു പുതുമുഖം എന്ന നിലയിൽ നമുക്ക് പറയാൻ പറ്റും. ഇത്തവണ 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്ലെയറാണ്. ഏതായാലും ഈ പറയുന്ന പോലെ പുതുമുഖങ്ങളെ പിക്ക് ചെയ്യുന്നൊരു കാര്യത്തിൽ, പിന്നെ ഐ ലീഗ് പ്ലേയേഴ്സിനെ പിക്ക് ചെയ്യുന്ന കാര്യത്തിൽ സ്റ്റിമാച്ചിൻ്റെ ഒരു ഈ കാര്യത്തിൽ ഞാൻ വേണം അപ്രിഷ്യേറ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഇല്ലാത്ത മേഖലകളിലാണ് ആ ഒരു പിക്കിങ് നടന്നിട്ടുള്ളതെന്നുള്ളതാണ്. മുമ്പ് പറഞ്ഞ ആ സെൻട്രൽ മിഡ്ഫീൽഡ് റോളിൽ പറഞ്ഞിട്ട് താപ്പയൊക്കെ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയമാണ് അവിടെ ആ ഒരു ബിബിനെ പിക്ക് ചെയ്തു. അതുപോലെ സെൻട്രൽ ബാക്ക് റോളിൽ പ്രശ്നങ്ങളുണ്ട്. അവിടെ ഹമ്മ എന്ന് പറയുന്ന തവണത്തെ ഐ ലീഗിലെ ബെസ്റ്റ് ഡിഫൻഡറെ പിക്ക് ചെയ്തു. അതുപോലെ മുന്നേറ്റ താരത്തിൽ ഇപ്പം ഡേവിഡും ലാലുൻസ്വാലയും അതുപോലെ തന്നെ എഡ്മണ്ടും അങ്ങനെയൊക്കെ അടങ്ങുന്ന പാർദിപിനെയൊക്കെ അടക്കം പിക്ക് ചെയ്തു എന്നുള്ളത്. പാർദിപ് ISL പ്ലെയറാണ് എങ്കിലും ഒരു നല്ല പോയിൻ്റായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ISLലെ പെർഫോമൻസ് വെച്ച് എടുത്ത പ്ലേയേഴ്സിൽ ചില കൺഫ്യൂഷൻസ് തോന്നിയിട്ടുള്ളത് ഇപ്പം റോഷൻ സിംഗ് വേണമെങ്കിൽ പറയാം. കാരണം അദ്ദേഹം മുമ്പത്തെ സീസണിൽ ഉണ്ടായിരുന്ന അത്രയും പെർഫോമൻസ് ഇല്ല. പിന്നെ ആ ഒരു കോൺട്രിബ്യൂഷൻ വൈസിലാണ് ഇത് കുറവ്. പിന്നെ BFCയുടെ പെർഫോമൻസ് ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. എങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള പ്ലെയറാണ്. നമുക്കറിയാമല്ലോ, അദ്ദേഹം ബോത്ത് വിങ്സിൽ കളിക്കാൻ പറ്റും. നല്ല സെറ്റ് പീസ് ടേക്കറാണ്. അദ്ദേഹത്തിൻ്റെ ക്രോസസ് ഒക്കെ സൂപ്പർബാണ്. സോ നാഷണൽ ടീമിൽ ഇപ്പം പറഞ്ഞാൽ ക്യാമ്പാണല്ലോ, ഒരു 40 ക്യാമ്പിൽ നിന്ന് ഇനി ഒരു 23 ചെയ്ത് ഫിൽട്ടറൊക്കെ ചെയ്യുമല്ലോ. അപ്പം എന്താണെങ്കിലും ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറാണ്, ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ നരേന്ദർ ഗെഹ്ലോട്ട്, അദ്ദേഹം അങ്ങനെ ഒരു വലിയ പെർഫോമൻസ് ആയിട്ടുണ്ടെന്ന് എനിക്ക് ഈ സീസണിൽ തോന്നിയിട്ടില്ല. ആ ഒരു വീക്ക് പോയിൻ്റ് ആകാറുണ്ടായിരുന്നു ചില സമയത്ത് ഒഡീഷയിൽ. അതുപോലെ ലാൽചുനുങ്കയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ AFC ഏഷ്യൻ കപ്പിന് ശേഷം അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഈസ്റ്റ് ബംഗാളിൽ കുറച്ച് മോശമായിരുന്നു എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ രാഹുൽ KP, മറ്റ് നരേന്ദ്രൻ്റെയും ലാൽചുനുങ്കയുടെ കാര്യം പറയുന്ന സമയത്ത് അവിടെ സെൻട്രൽ ബാക്സിൻ്റെ ഒക്കെ ഒരു കുറവുണ്ട്. അതുകൊണ്ടാണെന്ന് പറയാം. പക്ഷേ വിങ്ങേഴ്സിൻ്റെ കാര്യത്തിൽ ഒരുപാട് വിങ്ങേഴ്സ് ഉണ്ട് നാഷണൽ ടീമിൽ. ഇപ്പം ഞാൻ അതിൻ്റെ പേര് എടുത്ത് പറയാം. പക്ഷേ അദ്ദേഹത്തെ പിക്ക് ചെയ്തിട്ടുണ്ട്. മേ ബി നാഷണൽ ടീമിൽ പെർഫോം ചെയ്തപ്പോൾ ഈഗോ സ്റ്റിമാച്ചിന് ഒരു ഇമ്പ്രസീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ടാകാതെ. ഈ പൊസിഷൻ വൈസ് നോക്കുന്ന സമയത്ത് ഇപ്പം സെൻട്രൽ ബാക്കിലാണ് ഇതിലൊരു ക്ഷാമം നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുന്ന സമയത്ത്. പക്ഷേ അൻവർ അലിയും രാഹുൽ ബൈക്കൊക്കെ ഇനി ഇൻക്ലൂഡ് ആകാനുണ്ട്. അപ്പം കുറേയൊക്കെ അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മിഡ്ഫീൽഡേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും വിപിനെ ആഡ് ചെയ്തൊരു നല്ല കാര്യമായിട്ടാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ ഇപ്പം ദീപക് താങ്ക്രി,
അതുപോലെ തന്നെ സഹൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള അപ്പുയ തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഇൻക്ലൂഡ് ആകും ഈ ഒരു ഇത് കഴിയുന്നൊരു സമയത്തൊക്കെ വരുമ്പം. പിന്നെ വിങ്ങേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇഷ്ടം പോലെ വിങ്ങേഴ്സിനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ നമുക്ക് വിങ്ങേഴ്സിൻ്റെ പെർഫോമൻസ് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് അത്ര കൺവിൻസിങ് അല്ല പലരുടെ എന്നുള്ളത്. അപ്പം അതിൽ നിന്ന് പിക്ക് ചെയ്യാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ജിതിനെയൊക്കെ സെലക്ട് ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇസാക്ക്, മഹേഷ്, യാസിർ, ജിതിൻ, നന്ദകുമാർ, എഡ്മണ്ട്, അതിനോടൊപ്പം രാഹുലിനെയും കൂടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മുംബൈ സിറ്റിയിൽ നിന്ന് മോഹൻ ബഗാനിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചാങ്ദേ, വിക്രമിനെ എന്താണെങ്കിലും ആഡ് ചെയ്യും. അതുപോലെ തന്നെ മൻവീർ ആണെങ്കിലും ലിസ്റ്റർ ആണെങ്കിലും വിങ്ങേഴ്സ് ആയിട്ടെന്ന നിലയിൽ കളിക്കുന്ന പ്ലേയേഴ്സാണ്, അവരെ കൂടി ആഡ് ചെയ്യും എന്നുള്ളതാണ്. ഇനി സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്ക് വരുന്നൊരു സമയത്ത് സുനിൽ ഛേത്രി ഉണ്ട്, അതിനോടൊപ്പം തന്നെ റഹീം അലി ആഡ് ചെയ്തിട്ടുണ്ട്. റഹീം അലി എനിക്കൊന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ബെസ്റ്റ് സീസൺ ആയിരുന്നു ഇത്. 5 ഗോൾ കോൺട്രിബ്യൂഷനൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ISL സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ. അതിന് പുറമെയാണ് ഐ ലീഗിൽ നിന്നുള്ള ഈ പിക്സ് വന്നിട്ടുള്ളത്. ഡേവിഡ്, അതുപോലെ തന്നെ ലാൽബിയാക്കിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർദിബ് ഇത്തവണ ISL 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തി, അതും കുറേ മത്സരങ്ങൾ നമ്പർ 9 ആയിട്ട് തന്നെ കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ എഡ്മണ്ടിനെ ഈ പറഞ്ഞ പോലെ നമുക്ക് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ വെക്കാവുന്ന പ്ലെയറാണ്. ഇപ്പോൾ ഈ പറഞ്ഞ 4 പ്ലെയേഴ്സിൽ ഒരു 2-3 പ്ലെയേഴ്സിനെങ്കിലും ഒക്കെ പിക്ക് ചെയ്യാവുന്നതാണെന്നാണ്, അതായത് ഫൈനൽ 23-ലേക്കൊക്കെ പിക്ക് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്പർ 9 ഒരു ക്ഷാമം നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ, അപ്പോൾ അവസരം കൊടുത്തവരൊന്നും പെർഫോം ചെയ്യാത്തൊരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ പറഞ്ഞാൽ ഈ മൻവീറിനെ ഒരു നമ്പർ 9 എന്നുള്ള നിലയിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ആ ഒരു വിങ്ങി കളിച്ച് ആ ഒരു രീതിയിലായിപ്പോയി അദ്ദേഹത്തിൻ്റെ. അപ്പം അവിടെ നിന്ന് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഏതാണെങ്കിലും ഈ പറഞ്ഞതുപോലെ വലിയ തരക്കേടില്ലാത്തൊരു സ്ക്വാഡ് തന്നെയാണ്. അതായത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും പറയേണ്ടതില്ല എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഇവരൊക്കെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നാഷണൽ ടീമിലേക്ക് വരുമ്പം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. പറഞ്ഞിട്ട് 40 പേരുടെ ഒരു ക്യാമ്പ് ആയിരിക്കും. ഇനിയിപ്പം 26 പേരെ ഇപ്പോൾ പിക്ക് ചെയ്തു. മിക്കവാറും മോഹൻ ബഗാനിൽ നിന്ന് മുംബൈ സിറ്റിയിൽ നിന്ന് മിക്കവാറും ഒരു 10-14 പേരെയും കൂടെ പിക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ക്യാമ്പ് ഓടിച്ചിട്ട് പിന്നെ ഇഞ്ചുറി പ്രശ്നങ്ങൾ ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞ് അവസാനം വരുന്ന ഫിറ്റായിട്ടുള്ള 23 പ്ലെയേഴ്സിനെ, ബെസ്റ്റായിട്ടുള്ള 23 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യും. സോ അത് ഒക്കെ നമുക്ക് എങ്ങനെ വരുമെന്നുള്ളതൊക്കെ നോക്കി കാണേണ്ടതുണ്ട്. അതായത് ഈ പറഞ്ഞ ഇനി ബാക്കിയുള്ള അവശേഷിക്കുന്ന ഒരു ടീമിനെയും കൂടി പ്രഖ്യാപിച്ചതിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് 11, പ്രിഫേർഡ് 11 അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ 11 എന്നൊക്കെയുള്ള രീതിയിലും കൂടെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടൊന്ന് കമ്പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? കാണിക്കാൻ സനിയ.